ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള കൊഞ്ച് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ചെമ്മീൻ കറി എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, അധികം താമസമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഒരു 10-30 ചെറിയ ഉള്ളിയും ഒരു വലിയ സവാളയും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഉള്ളി എത്രയും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ. ചെറിയ ഉള്ളി മൊത്തത്തിൽ എടുക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. ഒരു 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. കുറച്ച് വഴന്ന് വരണം, ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട, എങ്കിലും ഒന്ന് നല്ലതുപോലെ വഴന്ന് വരണം. ഈ സമയം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടത്തരം തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നു വരട്ടെ. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇത്രയും പൊടികളാണ് നമ്മൾ ഈ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ എണ്ണയിൽ കിടന്നതൊന്ന് മൂത്ത് വരട്ടെ. പൊടികളൊക്കെ ഒന്ന് മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടികളെല്ലാം വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീനുണ്ടല്ലോ, കൊഞ്ച് ഒരു 30 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു ഇടത്തരം കൊഞ്ച് ഒരു 30 എണ്ണം ഉണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആ അരപ്പ് ഒന്ന് കൊഞ്ചിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പേ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കൊഞ്ചിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കറി ഒരുപാടങ്ങ് വെള്ളം പോലെ ഇരിക്കുന്ന കറിയല്ല, ഒന്ന് കുറുകിയിരിക്കുന്ന കറിയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊഞ്ച് വേവുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിച്ചിട്ടുണ്ട്. കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. സമയം ഉപ്പ് നമുക്ക് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ നല്ലതുപോലെ അരച്ചതാണ് കേട്ടോ. നല്ല നേർമയായിട്ട് അരച്ച തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താലും മതി കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റായിരിക്കും. നല്ല കുറുകിയ തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഒരു 1/2 കപ്പ് പാൽ ചേർത്താലും മതി. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കറി ഇവിടെ റെഡിയായിട്ടുണ്ട് കണ്ടോ, വറ്റി വന്നിട്ടുണ്ട്. ചോറിനായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.